നമസ്കാരം. രാജ്യം ഞെട്ടുന്ന ഒരു വാർത്ത അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും എന്നതാണ് 2 ദിവസത്തിന് മുമ്പേ തന്നെ ശിവസേന നേതാവ് പറഞ്ഞൊരു കാര്യം. അതിനെ കൂട്ടിപ്പിടിച്ച്, അതായത് ആദ്യം പൃഥ്വിരാജ് ചൗഹാനാണ് ഇങ്ങനൊരു കാര്യം കൂട്ടിപ്പിടിച്ചത്. അതായത് ഡിസംബർ 19 ഒരു വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുന്നു. അതായത് മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ പോകുന്നു, മോദി സർക്കാർ രാജിവെക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസംബർ 19 ബി.ജെ.പിയുടെ എല്ലാ നേതാക്കളും, അതായത് എം.എൽ.എമാരും എം.പിമാരും എല്ലാവരും ദില്ലിയിൽ തന്നെ ഉണ്ടാവണമെന്ന കർശനമായ നിർദ്ദേശം പാർട്ടി, അതായത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം നൽകി എന്നടക്കമുള്ള ഒരു വാർത്തകൾ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുമെന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേന്ദ്രത്തിൽ ഉടൻ തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൗഹാൻ അവകാശപ്പെട്ടത്. അതിനെ കൂട്ടിപ്പിടിച്ച് 2 ദിവസത്തിന് ശേഷം ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും സമാനമായ ഒരു അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയായിരുന്നു. 2025 ഡിസംബർ 19 നരേന്ദ്രമോദി സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു രാഷ്ട്രീയ ഭൂകമ്പം ഡൽഹിയിൽ നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെയിറക്കാൻ സാധ്യതയുണ്ടെന്ന് ഡൽഹി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് റാവത്ത് പറഞ്ഞത്. ഡിസംബർ 19 ഒരു രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ തകരുമെന്നും ദില്ലിയിൽ രാഷ്ട്രീയ ഇടനാഴികളിൽ ചർച്ചകൾ സജീവമാണെന്നാണ് റാവത്ത് പറഞ്ഞത്. ഇതേ ഒരു ചർച്ച, അതായത് ഒരു രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ട് എന്ന് തന്നെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത്. പക്ഷേ ഇതിന്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലെ നമുക്കറിയാം ഡീപ് സ്റ്റേറ്റ്, അതോടൊപ്പം തന്നെ ജോർജ് സോറസ് ഈ രാജ്യവിരുദ്ധമായ ഓരോ പരാമർശങ്ങൾ നടത്തി ഭാരതത്തിൽ ജൻസി കലാപങ്ങൾ പടച്ചുവിട്ട് ഒരു വലിയൊരു സംഘർഷം, ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് പോലെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നേപ്പാളിൽ നടന്നതുപോലെ ഒരു വലിയൊരു സംഘർഷം ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് മോദി സർക്കാരിനെ താഴെ ഇറക്കി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അവരോധിക്കാനാണ് ഈ ഇന്ത്യ മുന്നണിയും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധരും നോക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് വലിയ രീതിയിൽ കലാപം നടത്താനും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കാനും ഈ ദുഷ്ടശക്തികൾക്ക് വലിയ രീതിയിൽ എളുപ്പമുണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തിൽ തന്നെ ഒരു 10-15 പ്രാവശ്യമെങ്കിലും രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോകുന്നതും ഈ സാം പിത്രോടെ കാണുന്നതും അതോടൊപ്പം തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള ഈ ജോർജ് സോറസിന്റെ PR ടീമുകളുമായി ഒരു കൂടിക്കാഴ്ചകൾ നടത്തുന്നതും ചെയ്യുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ തന്നെ അറിയാം, 2-3 ദിവസം മുമ്പേ രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ ചെന്നിട്ട് BMW ഒക്കെ നിർമ്മിക്കുന്ന ആ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ കയറിയിട്ട് ഇന്ത്യയെ താറടിച്ച് സംസാരിക്കുകയും, അതായത് ഇന്ത്യയെ അവരുടെ മുന്നിൽ അപമാനിക്കുന്ന രീതിയിലേക്ക്, അതായത് ഇന്ത്യയിൽ വലിയ രീതിയിലൊന്നും BMW ഒരു മാനുഫാക്ചറിംഗ് നടക്കുന്നില്ല എന്നൊക്കെ ഇന്ത്യയെ പറ്റി, ഭാരതത്തെ പറ്റി കുറ്റം പറയാനാണ് രാഹുൽ ഗാന്ധി അവിടെ വിനിയോഗിച്ചത്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ ഈ ശിവസേനയുടെ ടീമുകളെല്ലാം കൂടെ രാജ്യത്തൊരു കലാപം അഴിച്ചുവിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഓരോ നീക്കങ്ങളുമാണ് ഇവർ നടക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കും, അല്ലെങ്കിൽ മോദി ഇന്ന് രാജിവെക്കും, പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമെന്നൊക്കെ ഒരു രാഷ്ട്രീയ ഭൂകമ്പം ഒക്കെ ഉണ്ട് എന്ന് ഈ ശിവസേന നേതാവ് റാവത്ത് പറഞ്ഞത്. അപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് US ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിന്റെ എല്ലാ തിരക്കഥകളും ഒരുങ്ങുന്നത് US ഡീപ് സ്റ്റേറ്റുകളാണെന്ന്. അതോടൊപ്പം തന്നെയാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ പാർലമെന്ററി അംഗങ്ങളോടും ദില്ലിയിൽ തന്നെ തുടരാനും എല്ലാ മുതിർന്ന ബി.ജെ.പി നേതാക്കൾ ഉടൻ തന്നെ ദില്ലി നഗരം വിട്ടു പോകരുതെന്നും ദില്ലിയിൽ തന്നെ ക്യാമ്പ് ചെയ്യണമെന്നും ബി.ജെ.പി നേതാക്കൾ പറഞ്ഞു എന്നാണ് സഞ്ജയ് റാവത്ത് അടക്കം പറഞ്ഞത്. അതായത് വലിയ രീതിയിൽ ഒരു പ്ലാൻ അണിയറയിൽ നടക്കുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ. എന്തായാലും നേരായ രീതിയിൽ കൂടെ വോട്ട് വന്നു കഴിഞ്ഞാൽ, ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസും തകരും, ഇന്ത്യ മുന്നണിയും തകരും, രാഹുൽ ഗാന്ധി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി കസേര കിട്ടുകയുമില്ല. അപ്പോൾ ബംഗ്ലാദേശ് മോഡലിൽ നടക്കുന്ന രീതിയിൽ വലിയൊരു കലാപം അത് ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നേപ്പാളിൽ നടന്ന പോലെ വലിയൊരു കലാപം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഒരു വലിയൊരു പ്രക്ഷോഭം നടത്തി മോദി സർക്കാരിനെ താഴെ ഇറക്കാനാണ് ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് രണ്ടാമത് മോദി സർക്കാർ അധികാരമേറ്റ സമയത്ത് കർഷകരെ ഇളക്കി വിട്ടുകൊണ്ട്, അതായത് വ്യാജ കർഷകരെയൊക്കെ ദില്ലിയിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയൊരു സംഘർഷം നടത്തി. അതിനുശേഷമാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി പാർലമെന്റ് മന്ദിരത്തിൽ ബി.ജെ.പി നേതാവിനെ രാഹുൽ ഗാന്ധി എടുത്ത് മൂക്കിടിച്ച് പരത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ED രാഹുൽ ഗാന്ധിക്കെതിരെയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്കെതിരെയും നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട കേസൊക്കെ രജിസ്റ്റർ ചെയ്തപ്പോൾ വലിയൊരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി
രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും എങ്ങനെ വന്നാലും അറസ്റ്റ് ചെയ്യണമെന്നൊരു നീക്കമൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതെല്ലാം തന്നെ കരുതി കൂട്ടി ഭാരതത്തിൽ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു കലാപം ആളിക്കത്തിക്കാനായിട്ട് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.